ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ കഴിയാതെ SIT. നഷ്ടമായ സ്വർണത്തിന്റെ അളവിലും അവ്യക്തത തുടരുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈ വ്യവസായിയെ ചോദ്യം ചെയ്യും. ഗോവർദ്ധൻ മാളികപ്പുറത്ത് നൽകിയ 10 പവൻ മാല മഹസറിൽ രേഖപ്പെടുത്താതെ സൂക്ഷിച്ചു എന്നും സംശയമുണ്ട്. 2 മാസം കഴിഞ്ഞിട്ടും ശബരിമലയിൽ നിന്ന് കട്ടെടുത്ത സ്വർണം എവിടെയെന്ന് ചോദിച്ചാൽ SITക്ക് ഉത്തരമില്ല. തൊണ്ടി മുതൽ എന്ന പേരിൽ 109 ഗ്രാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 475 ഗ്രാം ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഇവ ശബരിമലയിൽ നിന്നെടുത്ത യഥാർത്ഥ സ്വർണമല്ല. തട്ടിയെടുത്തതായി കരുതുന്നതിന് തുല്യ അളവിലുള്ള സ്വർണം പ്രതികൾ തന്നെ SITക്ക് കൈമാറിയതാണ്. സ്വർണ്ണപ്പാളിയിൽ നിന്നും എത്ര സ്വർണം നഷ്ടമായെന്നതിലും വ്യക്തതയില്ല. 2 കിലോയോളം സ്വർണം നഷ്ടമായെന്നായിരുന്നു ആദ്യ നിഗമനം. അങ്ങനെയെങ്കിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും എടുത്തതായി പറയുന്ന 584 ഗ്രാമിനപ്പുറം ബാക്കി 1.5 കിലോ എവിടെയെന്ന് ഇതുവരെയും കണ്ടെത്താനുമായിട്ടില്ല. ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം. തൊണ്ടി മുതൽ കണ്ടെത്തിയോ, എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ, അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. അതിനിടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുന്ന അവകാശവാദവുമായി ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. തനിക്ക് ലഭിച്ച 475 ഗ്രാം സ്വർണത്തിന്റെ വിലയായി 14.97 ലക്ഷം രൂപ 2019 തന്നെ തിരിച്ചടച്ചെന്നാണ് രേഖകൾ സഹിതം അവകാശപ്പെടുന്നത്. 9.99 ലക്ഷം രൂപ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലുള്ള 5 DDകളായി ദേവസ്വത്തിന് നൽകി. 3.13 ലക്ഷം രൂപയ്ക്ക് മാളികപ്പുറത്തേക്ക് മാല വാങ്ങി. ബാക്കി തുക ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി. ശബരിമലയിലെ സ്വർണത്തിന് പകരം പണമടയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ചതനുസരിച്ചായിരുന്നു നടപടിയെന്നും അതിനാൽ താൻ സ്വർണം മോഷ്ടിച്ചതല്ലെന്നുമാണ് അവകാശപ്പെടുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ദേവസ്വം ബോർഡും SITയും മറുപടി പറയേണ്ടി വരും. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈയിലെ വ്യവസായി സ്വർണം ഗോവർദ്ധൻ എത്തിച്ചു നൽകിയ കൽപേഷ് എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യാൻ SIT നീക്കം നടത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.